എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ടെക്സവാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ ബിസിനസ്സിനെ എന്തിനു വേണ്ടി ഡിജിറ്റലൈസ് ചെയ്യണം, ഡിജിറ്റലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ എന്തെല്ലാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് എന്തിനു വേണ്ടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് എത്തിപ്പെടേണ്ടതെന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് ടെക്സവാരി. ഏതൊരു ബിസിനസ്സിനും മാർക്കറ്റിംഗ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. മാർക്കറ്റിങ്ങിൽ ബിസിനസ്സിൽ പലതരം രീതികളുണ്ട്. നമ്മൾ ഇതുവരെ പരീക്ഷിച്ചു കൊണ്ടിരുന്ന രീതികൾ എന്തെല്ലാമായിരുന്നു? ന്യൂസ് പേപ്പർ ആഡ്, ഹോർഡിങ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ റേഡിയോ ആഡ്സ്, ടെലിവിഷൻ ആഡ്സ്, ഇതുപോലുള്ള പരസ്യ മേഖലകളായിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്നത്. ട്രഡീഷണൽ അഡ്വർടൈസിംഗ് എന്ന് പറയപ്പെടുന്ന ഈ പരസ്യ മേഖലകളിലാണോ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചെലവഴിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ. ട്രഡീഷണൽ അഡ്വർടൈസിങ്ങിനേക്കാളും കൂടുതൽ ആളുകൾ ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിലാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സമയം ചെലവഴിക്കുന്നത് ഇൻ്റർനെറ്റ് മീഡിയകളിലാണ്, സോഷ്യൽ മീഡിയകളിലാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിലാണ്, യാഹൂവിലാണ്. എന്തിനു വേണ്ടി? നമ്മളൊരു തവണയെങ്കിലും ചിന്തിക്കണം, എന്തിനു വേണ്ടി ഇവരൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുന്നു. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. നമ്മളൊരു ദൂരസ്ഥലത്തേക്ക് യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടോ അതല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് താമസിക്കുന്ന നമ്മളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിനോടോ നമ്മൾ ചിലപ്പോൾ വിളിച്ചന്വേഷിക്കും ഇവിടുത്തെ ഒരു നല്ല ഹോട്ടൽ ഏതാണെന്നുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ആരോടും ചോദിക്കാറില്ല. അവിടെ ചെല്ലുന്നു, നമ്മളുടെ മൊബൈൽ ഫോൺ എടുക്കുന്നു, നമ്മൾ സെർച്ച് ചെയ്യുന്നു, ബെറ്റർ ഒരു ഹോട്ടൽ കണ്ടെത്തുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നല്ലൊരു ഹോട്ടലിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നു. ഇൻ്റർനെറ്റ് മേഖലയുടെ വളർച്ചയല്ലേ ഇത്? നമ്മളിന്ന് ഇൻ്റർനെറ്റ് മേഖലയെ ആശ്രയിക്കുകയാണ്. ഡിജിറ്റൽ മേഖലയുടെ ഈ വളർച്ച തന്നെയാണ് നമ്മളുടെ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ കാരണം. ഇനി ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ പല കാരണങ്ങളുണ്ട്. ഏത് മേഖലയിലായിരിക്കണം നമ്മുടെ ബിസിനസ്സിനെ കൂടുതലായിട്ടും ഡിജിറ്റലൈസ് ചെയ്യേണ്ടത്? ഏത് മേഖലയെന്ന് പറയുമ്പോൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. SEO, SEM, സോഷ്യൽ മീഡിയ, ഇമെയിൽ മാർക്കറ്റിംഗ്, പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിലേത് ബിസിനസ്സാണ്, ഇതിലേത് സെഗ്മെൻറ്റാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ബിസിനസ്സിന് സ്യൂട്ടാകുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ ബിസിനസ്സിന് SEO ആവശ്യമാണോ? എന്താണ് SEO എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കാം. നിങ്ങളുടെ ബിസിനസ്സിന് SEO ആവശ്യമാണോ? SEM ആവശ്യമാണോ? എന്താണ് SEO, എന്താണ് SEM എന്ന് ആദ്യം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ബിസിനസ്സിനെ ആരെങ്കിലും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യാതൊരുവിധ പരസ്യവും കൊടുക്കാതെ നിങ്ങളുടെ വെബ്സൈറ്റ് സെർച്ചിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് SEO എന്ന് പറയാം. SEO ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് മാത്രമേ ഇതുപോലെ ടോപ്പ് 10 റിസൾട്ടിലേക്ക് കയറി വരികയുള്ളൂ. പലതരം കീവേഡുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിനെ സെർച്ചിലേക്ക് കൊണ്ടുവരാം. ഈ SEO ചെയ്യാനെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാധ്യമല്ല. മിനിമം 6 മാസം അല്ലെങ്കിൽ 1 വർഷമെങ്കിലും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി SEO ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് സെർച്ചിൽ വരികയുള്ളൂ. അപ്പോൾ എന്തായിരിക്കും SEM? ഗൂഗിൾ അഡ്വർടൈസിംഗ് വഴി നമ്മളുടെ വെബ്സൈറ്റിനെ പെട്ടെന്ന് നമുക്ക് സെർച്ചിലേക്ക് കൊണ്ടുവരാം. ആരെങ്കിലും ഒരു കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിനെ സെർച്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഏറ്റവും ടോപ്പ് പൊസിഷൻ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ അതൊരു പെയ്ഡ് വേർഷനാണ്. പേയ്മെൻറ്റ് നൽകി നമ്മളുടെ വെബ്സൈറ്റിനെ സെർച്ചിലേക്ക് കൊണ്ടുവരുന്നതിനെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അതല്ലെന്നുണ്ടെങ്കിൽ SEM എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൻ്റെ ആഡ്വേർഡ്സിൽ പോയി കീവേഡ് പ്ലാനർ ഉപയോഗിച്ച് സെർച്ച് വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യാം. എത്ര പേർ നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്? ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ എത്ര പേർ സെർച്ച് ചെയ്യുന്നുണ്ട്, കൊച്ചിയിൽ എത്ര പേർ സെർച്ച് ചെയ്യുന്നുണ്ട്, കോട്ടയത്ത് എത്ര പേർ സെർച്ച് ചെയ്യുന്നുണ്ട്? ഇതിനെയൊക്കെ നമുക്ക് വ്യക്തമായ കണക്കുകൾ ഗൂഗിൾ നമുക്ക് തരും. അതിനായി നമുക്ക് ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ അതുപോലുള്ള കീവേഡ് പ്ലാനിങ് ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ, സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവിടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൂടാ? തീർച്ചയായിട്ടും അതിലൂടെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ വിസിറ്റേഴ്സ് വരികയും നമ്മളുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ SEO, SEM ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ്സിന് SEO വേണോ SEM വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും
സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? പലരും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയായിരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ട്വിറ്റർ, ലിങ്ക്ഡിൻ ഇതുപോലുള്ള മാധ്യമങ്ങളെ നമ്മൾ സമീപിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? സോഷ്യൽ മീഡിയയിൽ പോയി ആരും സെർച്ച് ചെയ്യാറില്ലല്ലോ. ഫേസ്ബുക്കിൽ പോയി ആരും നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് സെർച്ച് ചെയ്യാറില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് പരസ്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നവരിലല്ല, താല്പര്യമുള്ളവരിൽ നമ്മളുടെ പരസ്യം കാണിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. സെർച്ച് ചെയ്യുന്നവരിൽ പരസ്യം കാണിക്കാനായിട്ട് ഗൂഗിൾ അതിനെ സഹായത്തിലെത്തുന്നു. നമ്മൾ SEO SEM ഒക്കെ ചെയ്യുന്നു. എന്നാൽ താല്പര്യമുള്ള മേഖലകളിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ യൂസേഴ്സിനിടയിൽ പരസ്യം കാണിക്കാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ സമീപിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരാൾ, ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ ഒരാൾ ടെക്നോളജി വീഡിയോസ് കാണുകയാണെങ്കിലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോസ് കാണുകയാണെങ്കിലോ അവരിൽ നമുക്ക് പരസ്യം കാണിക്കാൻ സാധിക്കും. ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പരസ്യം കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൺവേർട്ടായി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഇതുപോലുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ പലതരം അഡ്വർടൈസ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബ്രാൻഡ് അവയർനെസ്, ലീഡ് ആഡ്സ്, വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, അതുപോലെ കാറ്റലോഗ് സെയിൽസ്, പല കാര്യങ്ങളിലും നമുക്ക് ടാർഗറ്റ് ചെയ്ത് പരസ്യം ചെയ്യാൻ സാധിക്കും. ടാർഗറ്റ് ചെയ്ത് വ്യൂവേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവരുടെ മേഖല ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളിലൂടെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽഡ് ടാർഗറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെ. ഗൂഗിളിലൂടെയും ഇത് തന്നെയാണ് സാധിക്കുന്നത്. പക്ഷേ അവിടെ സെർച്ച് ചെയ്യുന്നവർ മാത്രമായിരിക്കും നമ്മളിലേക്ക് എത്തിപ്പെടുക. ഇവിടെ സെർച്ച് ചെയ്യുന്നവരല്ല, താല്പര്യമുള്ള ആളുകൾ കൂടുതലായിരിക്കും സെർച്ച് ചെയ്യുന്ന ആളുകളെക്കാട്ടിലും. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. മേ ബി ബിസിനസ്സുകാരൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഇമെയിൽ അയക്കുക, ഒരു കസ്റ്റമർക്ക് ഒരു ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. നമ്മളാരും ഒരു ഇമെയിൽ പോലും ഓപ്പൺ ചെയ്യാറില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇമെയിൽ മാർക്കറ്റിങ്ങിൽ ഇത്രയും ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്? പലരും ലീഡ് ആഡ്സ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ മറ്റുള്ള ഡേറ്റാബേസ് കളക്ട് ചെയ്യുമ്പോഴോ കിട്ടുന്നത് എന്താണ്? ഏറ്റവും കൂടുതലും ഫോൺ നമ്പേഴ്സും അവരുടെ ഇമെയിൽ ID, പേര്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഫോൺ നമ്പേഴ്സാണ് നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. ഫോൺ നമ്പേഴ്സിൽ നമ്മൾ സ്റ്റാഫിനെ വെച്ച് വിളിപ്പിക്കും. പല കാര്യങ്ങളിലൂടെ നമ്മൾ പലപ്പോഴായി ഫോളോ അപ്പ് ചെയ്യും. എന്നാൽ ഇമെയിൽ ID പലരും ഉപേക്ഷിക്കാറാണ് പതിവ്. ഇമെയിൽ ID എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിക്കേണ്ട. ഈ ഇമെയിൽ ID കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളത്. ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. ഇമെയിൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഈ ഇമെയിൽ ID ഉപയോഗിച്ച് വളരെ സിമ്പിളായി തന്നെ നമ്മുടെ പ്രോഡക്റ്റ് പ്രൊമോഷൻ ഇവർക്ക് അയക്കാൻ സാധിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മളൊരു 1000 പേർക്ക് ഒരു ഇമെയിൽ ID കിട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് നമ്മുടെ ഒരു പ്രൊമോഷണൽ ഓഫർ അയക്കുകയാണ്. 1000 പേർക്ക് അയച്ചു. നമ്മുടെ ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് കാണാം 1000 പേരിലേക്കും മെസ്സേജ് പോയിരിക്കുന്നത്. ഈ 1000 പേരിൽ 250 പേർ ഓപ്പൺ ചെയ്തു, 750 പേർ ഓപ്പൺ ചെയ്തില്ല. ആരൊക്കെയാണ് ഓപ്പൺ ചെയ്തതെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ആരൊക്കെയാണ് ഓപ്പൺ ചെയ്യാത്തതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഓപ്പൺ ചെയ്തവർ നമ്മളുടെ ഏതെങ്കിലും ലിങ്കിലേക്കോ വെബ്സൈറ്റിലേക്കോ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇമെയിൽ മാർക്കറ്റിങ്ങിലൂടെ അറിയാൻ പറ്റും. ഓപ്പൺ ചെയ്തവർക്ക് നമ്മളുടെ അടുത്ത ഇമെയിലായ പ്രൊമോഷനോ അതല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രൊമോഷനോ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും ഇമെയിൽ മാർക്കറ്റിങ്ങിലൂടെ. ഓപ്പൺ ചെയ്യാത്ത വ്യക്തികൾക്ക് നമുക്ക് പുതിയ ഒരു ഇമെയിൽ അയക്കാൻ പറ്റും. അവർക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്ത് മറ്റൊരു ഇമെയിൽ നമുക്ക് അയക്കാൻ പറ്റും. അതിൽ നിന്നും വീണ്ടും നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൺവേർഷൻ ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ നമ്മൾ 100 പേർക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 10 പേർ ഓപ്പൺ ചെയ്തു, ബാക്കിയുള്ളവർ ഓപ്പൺ ചെയ്തില്ല. ഓപ്പൺ ചെയ്തവർക്ക് നെക്സ്റ്റ് മെയിൽ ഓട്ടോമാറ്റിക്കലി പോകും. ഓപ്പൺ ചെയ്യാത്തവർക്ക് വേണ്ടി നമ്മളൊരു ഇമെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഇമെയിൽ കറക്റ്റായിട്ട് പോകും. അതിൽ നിന്ന് ഓപ്പൺ ചെയ്തവർക്ക് വീണ്ടും നമ്മളുടെ ഇമെയിൽ മാർക്കറ്റിങ്ങിലുള്ള മാർക്കറ്റിംഗ് ഇമെയിൽ പോകും. ഓപ്പൺ ചെയ്യാത്തവർക്ക് വീണ്ടും അവരെ ഇമെയിലിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മറ്റൊരു മാർക്കറ്റിംഗ് ഇമെയിൽ പോകും. ഇങ്ങനെ നമുക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിൽ സാധിക്കും. അതിനെ ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയും. നമ്മളിന്ന് പരിചയപ്പെട്ട SEO, SEM, സോഷ്യൽ മീഡിയ, ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തു. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളിവിടെ ചെറുതായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ബിസിനസ് ഇതുവരെയായിട്ടും ഇമെയിൽ മാർക്കറ്റിംഗ് അതല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതല്ലെന്നുണ്ടെങ്കിൽ SEO, SEM ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ബിസിനസ്സിനെ എന്തിനു വേണ്ടി ഡിജിറ്റലൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ.
സുബേൻ.